ഇന്ത്യ ഒരു ഉണർവിൻ്റെ ലാൻഡാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മധ്യപ്രദേശിലെ പീറ്റോൾ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സ്കൂള് വർക്ക് നടക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ സന്ധിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങളെ തന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് അല്പസമയം ഉണർവിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം, നമുക്കൊന്ന് സംസാരിക്കാം എന്നോർത്ത് നമ്മുടെ സഹോദരങ്ങളുമായി ഒരുമിച്ച് ചേർന്ന ഒരു നിമിഷമായിരുന്നു ഇത്. ഇന്ത്യ ഒരു ഉണർവിൻ്റെ ലാൻഡാണ്. ഈ ദിവസങ്ങളിലെല്ലാം അസാധാരണമായ ഒരു ആത്മപകർച്ച പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 19, 19-ാമത്തെ ചാപ്റ്ററാണ്. എഫെസോസിൽ നടന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചയെക്കുറിച്ച് അവിടെ ബൈബിൾ പറയുന്നു. ആൻറ്റി കൺവേർഷൻ ബില്ലൊക്കെ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ സ്ഥാപിതമായിട്ടുണ്ട്. അത് ജലസ്നാനത്തോട് ബന്ധപ്പെട്ടാണ്. പരസ്യമായി സ്നാനപ്പെടുത്തുവാൻ അനുവാദം കൊടുക്കാത്ത രീതിയിൽ പരസ്യമായിട്ട് അതിനെ തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിന് ഒരു ബില്ലും തടസ്സമല്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ വർക്കാകയാൽ, പരിശുദ്ധാത്മാവ് കൊടുമുഴക്കത്തോടെ വന്നതാകയാൽ, പരിശുദ്ധാത്മാവിനെ അവൻ്റെ ശക്തിയെ തടുക്കുവാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിൽ ചെന്ന അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ്ലീഹ 12 പേരെ സ്നാനപ്പെടുത്തി. അവർ ഏകദേശം 12 പേരെന്ന ദൈവവചനത്തിൽ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അവർ അന്യഭാഷകൾ സംസാരിച്ചു, അവർ പ്രവചിച്ചു എന്ന് ബൈബിൾ പറയുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി 3 മാസം, പിന്നെ 2 വർഷം ദൈവവചനത്തിൻ്റെ പഠനങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് തൻ്റെ കയ്യിൽ റൂമാൽ കൊണ്ടിട്ട് ദൈവശക്തി വെളിപ്പെടുന്നത് കാണുന്ന ചാപ്റ്ററാണ് ആക്ട്സ് ചാപ്റ്റർ 19. ദുരാത്മാക്കൾ വിട്ടുപോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, അസാധാരണമായ ആത്മപകർച്ച നടക്കുന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ പീറ്റോൾ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനത്തോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിൽ നിർബന്ധിക്കപ്പെടുന്നൊരു കാര്യം, ആർക്കും തടുക്കാൻ കഴിയാത്തൊരാത്മപകർച്ച പരിശുദ്ധാത്മാവ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആർക്കും തടുക്കാൻ കഴിയുകയില്ല. ഹേരോദാവും ഹന്നാവും പീലാത്തോസും കയ്യഫാവും ഒക്കെ വിഹരിച്ചുകൊണ്ട് നടന്ന നാളുകളിൽ നസറായനായ യേശു 3-ാം ദിവസം അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്നെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന് പോലും പിടിച്ചു വെക്കാൻ കഴിയാത്ത രീതിയിൽ സുവിശേഷം അതിൻ്റെ പ്രവൃത്തി തികച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളോട്, ഈ ഉണർവിൻ്റെ സമയത്ത് ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്കൊരവസരം തന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആവോളം സ്വീകരിക്കുക. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നുവെങ്കിൽ അധികം പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. എഫെസോസിൽ അസാധാരണമായ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിടെ ചെയ്തു. അർത്തമീസിൻ്റെ നാട്ടിൽ അഭിഷേകത്തിൻ്റെ പകർച്ച വെളിപ്പെടുത്തിയെങ്കിൽ അന്ധകാര ശക്തിയുടെ അടിത്തറ ഇളക്കി ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പ്രവൃത്തി തികച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പ്രവൃത്തി തികവുള്ളതാണ്. അതുകൊണ്ട് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വാസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3-ാം അധ്യായം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് 1-ാം അധ്യായത്തിൽ വായിച്ചു ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തി. 3-ാം അധ്യായത്തിൽ വായിച്ചു നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. അതെ, ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് നിങ്ങളിൽ വാസം ചെയ്യുകയാണ്. ആ ആത്മാവിനെ കൊണ്ട് അസാധാരണമായ വേല ചെയ്യുക. നിങ്ങൾ തൊടുന്ന രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ ചെല്ലുമ്പോൾ ദുരാത്മാക്കൾ അഴിഞ്ഞു മാറും. നിങ്ങളെ ഭയപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ശക്തിയും ഇന്ന് ഈ ഭൂമിയിലില്ല, ഇനിയൊട്ടുണ്ടാകത്തുമില്ല. അതുകൊണ്ട് ഈ പീറ്റോൾ എന്ന ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരുമിച്ച് എൻ്റെ കരങ്ങൾ ഉയർത്തി നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അസാധാരണമായ ഉണർവിന് വേണ്ടി, ആത്മപകർച്ചയ്ക്ക് വേണ്ടി നമുക്ക് മൂവ് ചെയ്യാം. ഈ ഉണർവിൻ്റെ കാലത്ത് ജീവിക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്നല്ലോ. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.